എൻ്റെ എത്രയും സ്നേഹം നിറഞ്ഞ ശ്രീധരീയം ചാനലിൻ്റെ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആത്മനമസ്കാരം. സുഹൃത്തുക്കളെ, എല്ലാവരുടെയും ആഗ്രഹപ്രകാരം 2026 വിഷുഫലത്തെപ്പറ്റി നമുക്കൊന്ന് ആലോചിക്കാം. 27 നക്ഷത്രങ്ങൾക്കുള്ള സമ്പൂർണ്ണ പ്രവചനമാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അത് 12 രാശികൾക്ക് 12 വീഡിയോയായി അയക്കാൻ താല്പര്യപ്പെടുന്നു. പൊതുവെ വിഷു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ സൂര്യൻ മേടരാശിയിൽ പ്രവേശിക്കുന്ന ദിവസം നമ്മൾ വിഷുവായിട്ട് ആഘോഷിക്കുന്നു, അല്ലേ? ജ്യോതിഷപരമായി വിഷു സമയത്തെ ഗ്രഹസ്ഥിതി അടിസ്ഥാനമാക്കി ആ വർഷത്തെ പൊതുവായ ഫലങ്ങൾ നിരീക്ഷിക്കപ്പെടാറുണ്ട്. അതായത് നമ്മൾ പൊതുവെ ഗുരുവിനെ പറ്റിയും ശനിയെ പറ്റിയും മറ്റ് രാഹുകേതുക്കളെ പറ്റിയും ഒക്കെ നമ്മൾ ആലോചിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും വളരെ ശരിയാണ്. അതേസമയം നമ്മളുടെ മേടത്തിൽ സൂര്യൻ, അതായത് ആത്മകാരകനാണല്ലോ സൂര്യൻ, ആ പൊതുവായിട്ടുള്ള നമ്മുടെ കാലപുരുഷൻ്റെ മേടത്തിൽ സൂര്യൻ പ്രവേശിക്കുന്ന സമയത്ത്, അതായത് ആത്മകാരകൻ പ്രവേശിക്കുന്ന സമയത്ത് ഉള്ള ഫലമനുസരിച്ച് ആ ഒരു വർഷം പോകുന്നതായിട്ട് നമുക്ക് കാണാം. ഈ വീഡിയോയിൽ 2026 വിഷുഫലം അനുസരിച്ച് ഓരോ നക്ഷത്രത്തിനും ലഭിക്കുന്ന രാശിഫലങ്ങൾ, സാമ്പത്തിക അവസ്ഥ, ജോലി സാധ്യതകൾ, കുടുംബജീവിതം, കൂടാതെ ചെയ്യേണ്ട പരിഹാരങ്ങൾ എന്നിവ വിശദമായി തരാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ദയവായി എൻ്റെ ഈ വീഡിയോകൾ കണ്ട് നിങ്ങൾ ഉപയോഗിക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാനും അത് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും താല്പര്യപ്പെടുന്നു. ഈ വീഡിയോയിൽ പ്രധാനമായും നിങ്ങൾക്കറിയാൻ കഴിയുന്നത് നിങ്ങളുടെ നക്ഷത്രത്തിൻ്റെ 2026 വിഷുഫലം, 2 ജോലി സാമ്പത്തിക സാധ്യതകൾ, 3 കുടുംബജീവിതത്തിലുണ്ടാകാവുന്ന മാറ്റങ്ങൾ, 4 ഗൃഹദോഷങ്ങൾ കുറയ്ക്കാനുള്ള ലളിതമായ പരിഹാരങ്ങൾ. എൻ്റെ സുഹൃത്തുക്കളെ, ജ്യോതിഷ ഫലങ്ങൾ വ്യക്തിഗത ജാതകപ്രകാരം വ്യത്യാസമാകാം, അതെല്ലാവർക്കും അറിയാമല്ലോ. ഇത് പൊതുവായുള്ള ഒരു വിഷുഫലം മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും. ഇതൊരു നമ്മൾക്ക് സാധാരണ നമ്മുടെ ഈ ഒരു വർഷത്തെ പറ്റി ഒരു പൊതുവായ ഒരു ഇമ്പ്രൂവ്മെൻ്റ്, അതായത് പോസിറ്റീവിലേക്കാണോ നെഗറ്റീവിലേക്കാണോ പോകുന്നത്, അതിന് ദൈവികമായ ഒരു സപ്പോർട്ട് എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമുക്കത് കഴിയും. പക്ഷേ നമ്മുടെ ജാതകം, ജന്മജാതകം തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ഗോചര ഫലം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മുടെ ദശാബുദ്ധി പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വിഷുഫലത്തും പോലെയുള്ള പ്രധാനപ്പെട്ട മാറ്റങ്ങളും പരിശോധിക്കേണ്ടത്. ഇതെല്ലാം ചേർന്നാണ് ഒരാൾക്ക് അനുഭവിക്കാൻ പോകുന്നത്. അല്ലാതെ ഒരാളുടെ ഗുരു പോയി കടകത്തിൽ നിന്നെന്നോ അതുകൊണ്ട് ഉടനെ എല്ലാ കാര്യം സാധിക്കുമെന്നോ ഒന്നും അങ്ങനെയല്ല. ഈ എല്ലാ സാധ്യതകളും പരിശോധിച്ചിട്ട് വേണം ഒരാളുടെ ജാതകത്തിൻ്റെ കാര്യങ്ങൾ പറയാൻ. ഇത് ഒരു സൈഡ്, വേറെ ഒരു സൈഡുണ്ട്. ആ സൈഡ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതായത് വേദിക് അസ്ട്രോളജി പ്രകാരം നമ്മൾക്ക് പലതരത്തിലുള്ള ജന്മദോഷങ്ങളുമുണ്ട്. അതായത് 7 തരത്തിലുള്ള ഗണ്ഡാന്ത ദോഷങ്ങളുണ്ട്, കാശിജാതകങ്ങളുണ്ട്, ഗുളികൻ്റെ ദൃഷ്ടിയുണ്ട്, അതുപോലെ തന്നെ തിഥിശൂന്യ ദോഷമുണ്ട്, മുടക്കുണ്ട്. ഇതെല്ലാം എല്ലാ തരത്തിലും അനലൈസ് ചെയ്ത് മാത്രമേ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള രീതി മനസ്സിലാക്കാവൂ. അതുകൊണ്ട് തന്നെ ദയവായി ഞാൻ പറയുകയാണ്, എന്തെങ്കിലും ഒരു വീഡിയോ കണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സൈഡ് കണ്ട് നമ്മുടെ കാര്യങ്ങൾ നിശ്ചയിച്ചുകൂടാ. തീർച്ചയായിട്ടും അത് ഒരു ജ്യോതിഷാചാര്യനെ കൊണ്ട് തന്നെ നോക്കിക്കണം. എൻ്റെ അഭിപ്രായത്തിൽ ഒരു വേദിക് അസ്ട്രോളജറെ കൊണ്ട് തന്നെ നോക്കിക്കണം ഞാൻ പറയും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പരമ്പരാഗത അസ്ട്രോളജി തന്നെയാണ് വേര്, അതിന് സംശയമൊന്നുമില്ല. അത് തന്നെയാണ് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. പക്ഷേ നിങ്ങൾക്കറിയാം, പലതരത്തിലുള്ള കാര്യങ്ങളും നമുക്ക് അതിൽ മിസ്സായിട്ടുണ്ടോ, എവിടെയെങ്കിലും വെച്ചൊക്കെ മിസ്സായിട്ടുണ്ടോ, കാലം പോകുന്ന പോക്കിൽ എവിടെയൊക്കെയോ മിസ്സായിട്ടുണ്ടെന്നാണ് എൻ്റെ പക്ഷം. ദയവ് ചെയ്ത്
നിങ്ങൾ എല്ലാ തരത്തിലും തന്നെ ജാതകം എല്ലാ തരത്തിലും കൂടെ മനസ്സിലാക്കിയ ശേഷം നിങ്ങളുടെ കാര്യങ്ങൾക്ക് മുന്നോട്ട് പോവുക. അല്ലാതെ ഒരു ചെറിയ പരിഹാരം ചെയ്താൽ ഉടനെ എല്ലാ കാര്യവും നടക്കുമെന്ന് ദയവ് ചെയ്ത് വിചാരിക്കരുത്. നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളിലുള്ള ഫലങ്ങളുണ്ട്, ഈ ജന്മദോഷങ്ങളുണ്ട്, എല്ലാം ചേർന്നാണ് നമുക്ക് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനിയും 12 രാശികൾക്കും യഥാക്രമം നമുക്ക് പറയാൻ. നമുക്ക് മിഥുനം രാശിയെപ്പറ്റി ചിന്തിക്കാം. മിഥുനം രാശിയുടെ 2026 വിഷുഫലം എങ്ങനെ ഉണ്ടാവും എന്നൊന്ന് നോക്കാമല്ലോ. പൊതുവെ ആ രാശിയുടെ സ്വഭാവം നോക്കിയാലോ. മിഥുനൻ രാശിക്കാർ ബുദ്ധിയും ആശയവിനിമയ കഴിവും ഉള്ളവരാണ്. ഇവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വലിയ താല്പര്യമുണ്ട്. കാരണം മിഥുനൻ രാശിയുടെ അധിപൻ തന്നെ ബുധനാണ് അല്ലേ. അതുപോലെ തന്നെ ഈ രാശി നമ്മളെ രാശികൾക്ക് ക്ഷത്രിയ സ്വഭാവം, പിന്നെ വ്യാപാരി സ്വഭാവം, ഊമൈ സ്വഭാവം, പൂജാരി സ്വഭാവം, പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഊമ സ്വഭാവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഊമ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഊമയാണെന്നല്ല അതിൻ്റെ അർത്ഥം. അവർ അധികം സംസാരിക്കുന്നില്ല. ചില കാര്യങ്ങൾ സംസാരിച്ചാൽ അത് ചുളുക്കത കൊള്ളുന്ന മാതിരി ഉണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് മിഥുനൻ രാശിയുടെ ഒരു സ്വഭാവം. ഓക്കെ, മിഥുനൻ രാശിയിലെ നമുക്കിനി ആ രാശി ഫലത്തെപ്പറ്റി, വിഷുഫലത്തെപ്പറ്റി ഒന്ന് ചിന്തിക്കാം. പൊതുവെ മകയിരത്തിൻ്റെ 3, 4 നക്ഷത്രപാദം, തിരുവാതിര, പുണർദത്തിൻ്റെ 1, 2, 3 നക്ഷത്രങ്ങൾ, അതായത് പാദങ്ങൾ നമുക്ക് ഈ മിഥുന രാശിയിലെയാണെന്ന് പറയാം. മകയിരം നക്ഷത്രം അറിയാമല്ലോ. മകയിരം നക്ഷത്രത്തിന് ജോലി മേഖലയിൽ നല്ല പുരോഗതി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. പരിഹാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിഷ്ണു തന്നെയാണ്. ബുധനാഴ്ച വിഷ്ണു നാമ ജപിക്കുക. അതുപോലെ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലെ പൂജകൾ നടത്തുക. ഇതൊക്കെ നന്നായിരിക്കും. പിന്നെ പഞ്ചഭൂത രീതിയിൽ നോക്കിയാൽ അത് കാറ്റുരാശിയാണ്. കാറ്റുരാശി എന്ന് പറയുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല മണമുള്ള പിന്നെ ചന്ദനത്തിരിയൊക്കെ കത്തിച്ചു കൊടുക്കുക. നല്ല ധൂപങ്ങൾ, നല്ല പുഷ്പങ്ങൾ, മണമുള്ള പുഷ്പങ്ങൾ, ഇതൊക്കെ കൊടുക്കുന്നത് വളരെ നല്ലതാണ് മിഥുനൻ രാശിക്ക്. കാരണം അത് അവരുടെ രാശി വന്നിട്ട് കാറ്റുരാശിയാണ്. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും മനസ്സിൽ വിചാരിച്ചോളുക, എന്ത് പരിഹാരം ചെയ്യുകയാണേലും എങ്ങനെ ചെയ്യണം? ത്രൂ നല്ല മണം കൊണ്ട്, അതായത് പിന്നെ ധൂപം കൊണ്ടോ പുഷ്പങ്ങൾ കൊണ്ടോ അല്ല പായസം അങ്ങനെയൊക്കെയുള്ള ഖരവസ്തുക്കൾ കൊണ്ടോ, അതായത് ഇതെല്ലാം വന്നിട്ട് അവരുടെ പഞ്ചഭൂതത്തിൻ്റെ താല്പര്യത്തിന് കറക്റ്റായിരിക്കും. ഓക്കെ, പായസം എന്ന് പറഞ്ഞാൽ മണമുള്ള പായസമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് പിന്നെ പഠനത്തിലും ഗവേഷണത്തിലും നേട്ടം കിട്ടും. തീർച്ചയായിട്ടും ഈ ഒരു വർഷം അവർക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. കാരണം നല്ല ബുദ്ധിപൂർവമായിട്ട് മുന്നോട്ട് പോകാനുള്ള കഴിവും റിസർച്ചും ഒക്കെ ചെയ്യാനുള്ളൊരു നല്ല സമയമാണ്. അതുപോലെ തന്നെ ശിവക്ഷേത്ര അവർക്ക് തിരുവാതിര എന്ന് പറഞ്ഞാൽ ശിവന്റെ പരിഹാരമാണ് എപ്പോഴും. അപ്പോൾ ശിവപ്രാർത്ഥന എപ്പോഴും നന്നായിരിക്കും തിരുവാതിരയെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് നമുക്കറിയാം ആരാണ് നടരാജ വിഗ്രഹത്തെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ, ശിവന്റെ നടരാജ രൂപത്തിലുള്ള പ്രാർത്ഥിച്ചാൽ വളരെ പ്രയോജനം ചെയ്യും. അവിടെയും ഞാൻ പറയുന്ന പിന്നെ കാറ്റുരാശി ആയതുകൊണ്ട് നല്ല മണമുള്ള പിന്നെ ചന്ദനത്തിരിയോ ധൂപങ്ങളോ നല്ല പുഷ്പങ്ങളോ ഒക്കെ അർപ്പിക്കുന്നത് വളരെ നന്നായിട്ടുണ്ടാകും. അടുത്ത് പുണർദത്തിൻ്റെ 1-ാം പാദം, 2-ാം പാദം, 3-ാം പാദം, ഇതെല്ലാം ഈ 3 പാദങ്ങളും മിഥുനരാശിയിലാണ്. ഇവർക്ക് ഈ വർഷം പൊതുവെ യാത്രകൾക്കും പുതിയ പരിചയങ്ങൾക്കും പുതിയ സുഹൃത്തുക്കൾക്കും ഒക്കെ നിറയെ സാധ്യതയുള്ള വർഷമാണ്. ഇവർക്ക് എപ്പോഴും ഗുരു പ്രാർത്ഥന നന്നായിരിക്കും. കാരണം ഗുരുവിൻ്റെ നക്ഷത്രമാണ് പുണർദം അല്ലേ. അപ്പോൾ ഗുരു പ്രാർത്ഥന, ദക്ഷിണാമൂർത്തിയുടെ പ്രാർത്ഥന നന്നായിട്ട് തന്നെ ഉണ്ടാകും. അത് നല്ലതാണ്. അപ്പോൾ നിങ്ങൾ വേറെ ഒരു കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. നമ്മൾ ഈ മിഥുനൻ രാശിയെ പറ്റിയല്ല എല്ലാ രാശികളെ പറ്റി ചിന്തിക്കുമ്പോഴും ഇതിൽ വേറെ ഒരു കാര്യമുണ്ട്. അതായത് നമ്മുടെ നക്ഷത്ര ലഗ്നപാദം, നമ്മുടെ ആ ലഗ്നപ്പുള്ളി എന്ന് പറയും. അതായത് ജനിച്ച സമയത്ത് കൃത്യമായിട്ടും ലഗ്നം ഏത് ഡിഗ്രിയിൽ എത്രാമത്തെ പാദത്തിൽ നിൽക്കുന്നു, ഏത് നക്ഷത്രത്തിൻ്റെ എത്രാമത്തെ പാദത്തിൽ നിൽക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണത്. അത് പൊതുവേ നമ്മൾ ജാതകത്തിൽ എടുക്കാറില്ല. പക്ഷേ പല കാര്യങ്ങളും ചിന്തിക്കുമ്പം
ഇത് വളരെ വളരെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. നമ്മൾ രാശിയെ പറ്റിയും നമ്മൾ ലഗ്നത്തെ പറ്റിയും ഒക്കെ ഒത്തിരി പറയാറുണ്ട്. പക്ഷെ ലഗ്നപ്പുള്ളിയെ പറ്റി നമ്മൾ പലപ്പോഴും പറയാറില്ല. അതാണ് സത്യം. ആ ലഗ്നപ്പുള്ളിയുടെ എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ജാതകത്തിന്റെ അർത്ഥമേ മാറും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ ജാതകമോ നിങ്ങൾക്ക് ജ്യോതിഷ സംബന്ധമായിട്ടുള്ള പരിഹാരങ്ങളോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ സമീപിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട്, നിങ്ങൾ അതിൽ കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്ത് നമ്മൾക്ക് പരസ്പരം അതിനെപ്പറ്റി സംസാരിച്ച് അതിനുള്ള സൊല്യൂഷൻസ് എനിക്ക് തരാൻ കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഈ വീഡിയോ ദയവ് ചെയ്ത് ഷെയർ ചെയ്യാനും